ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നോമ്പ് തുറക്കുന്ന സമയത്തേക്കോ അല്ലെങ്കിൽ ഈ ചൂടത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു ഡ്രിങ്കിലേക്ക് നമ്മൾ പാലോ ഫ്രൂട്ട്സോ ഒന്നും ചേർക്കുന്നില്ല. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് പ്രൈസ് ഗോൾഡ് കോയിൻ ആണ്. 22 പേർക്കാണ് കേട്ടോ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അതിൽ 6 പേർക്കുള്ള ഗിഫ്റ്റ് നമ്മൾ ഈ നോമ്പ് കഴിഞ്ഞാൽ കൊടുക്കും. പിന്നെ ബാക്കിയുള്ള ഗിഫ്റ്റ് 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്താണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്തൊക്കെയാണ് നിങ്ങൾ ആ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ പങ്കെടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കൊരു സോസ് പാനിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു ഡ്രിങ്കിലേക്കുള്ള ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ വെള്ളം നല്ല പോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് ചവ്വരി ചേർത്ത് കൊടുക്കാം. നമ്മൾ 2-3 ദിവസം മുമ്പും ചവ്വരി വെച്ചിട്ടൊരു ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1-2 കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ചൊവ്വരി എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞിട്ട്. നമ്മുടെ പായസത്തിലേക്കൊക്കെ ചേർക്കൂലേ, സേമിയ പായസത്തിലേക്കൊക്കെ ചെറിയ മാലമുത്ത് പോലെ സാബൂനരി എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ സാഗോ റൈസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അപ്പോൾ ആ ഒരു സാധനമാണ് കേട്ടോ. അപ്പം നല്ല തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഒരു 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊരു 8 മുതൽ 10 മിനിറ്റ് വരെ വെക്കുക. അപ്പോഴേക്കും ഈ സാബൂനരി നല്ല പോലെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിന് ചെറിയൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി സ്ട്രോബെറി മിൽക്ക് മിക്സ് ചേർത്തിട്ടുണ്ട്. ഇത് ഫുഡ് കളറൊന്നല്ല കേട്ടോ. നമ്മൾ പാലുകൊണ്ട് പെട്ടെന്നൊരു ഡ്രിങ്ക് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ തന്നെ സ്ട്രോബെറി മിൽക്കോ അല്ലെങ്കിൽ പിസ്ത മിൽക്കോ ഒക്കെ അല്ലേ ഉണ്ടാക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ ചേർക്കുന്ന ആ ഒരു എസെൻസ് ആണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ചവ്വരി കാണുമ്പോൾ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഒരു ലൈറ്റ് കളറായിട്ടാണ് നമുക്ക് ചവ്വരി കിട്ടുക. അപ്പോൾ ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 8 മിനിറ്റ് ആകുന്ന സമയത്ത് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ രീതിയിൽ ചവ്വരി നോക്കുമ്പോൾ വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് ട്രാൻസ്പാരൻ്റ് ആയോ എന്നാണ് നോക്കുക. അപ്പോൾ ഇത് ട്രാൻസ്പാരൻ്റ് ആയിട്ടില്ലെങ്കിലും നല്ല പോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ഊറ്റിയിട്ട് നല്ല തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. നമ്മൾ സേമിയ ആണെങ്കിലും ഇതുപോലെ ചവ്വരി ആണെങ്കിലും ഊറ്റി വെക്കുകയാണെങ്കിൽ അതിങ്ങനെ ഒട്ടിയിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പാലിന് പകരം ഞാനിവിടെ പാൽപ്പൊടിയാണ് എടുക്കുന്നത്. 1/2 കപ്പ് പാൽപ്പൊടി ഒരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാൽപ്പൊടി നമ്മൾ എപ്പോഴും ഇളം ചൂടുള്ള വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പച്ചവെള്ളത്തിൽ ഒരിക്കലും മിക്സ് ചെയ്യരുത്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്കിന് പകരം പഞ്ചസാര ചേർത്താലും മതി കേട്ടോ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് അടിയിൽ പോയി കിടക്കുന്നുണ്ടാവും. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇതുപോലെയുള്ള ജെല്ലിയാണ് കേട്ടോ. ഈ ജെല്ലി ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. 10 ഗ്രാം ചൈന ഗ്രാസ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊരു 10 മിനിറ്റ് സോക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഇതൊരു സോസ് പാനിലേക്ക് ചേർത്തിട്ട് 1/2 കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഈ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. 10 ഗ്രാം ചൈന ഗ്രാസിന് പകരം 3 ടേബിൾ സ്പൂൺ ജലാറ്റിൻ എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ കുതിർന്ന് വന്ന ചൈന ഗ്രാസ് നമുക്ക് നല്ല പോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം പഞ്ചസാര, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് 2 ഏലക്കയുടെ സീഡ്സും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം ഇത് ഞാൻ 2 പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഒന്നിലേക്ക് പിസ്തയുടെ എസെൻസും മറ്റേതിലേക്ക് സ്ട്രോബെറിയുടെ എസെൻസും ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എസെൻസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം 2ലേക്ക് ചേർക്കുന്നുണ്ട്, നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ടിത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള എസെൻസ് ആണെങ്കിൽ നമ്മുടെ ആ ഒരു ഡ്രിങ്കിന് നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ. കളറാണെങ്കിൽ ഫ്ലേവർ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഈ ഒരു എസെൻസാണ് എടുക്കുന്നത്. അപ്പോൾ അത് പുറത്തെടുത്ത് വെച്ചപ്പോൾ തന്നെ അതിലുള്ള സ്ട്രോബെറി മിൽക്ക് മിക്സ് ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക കേട്ടോ, ഒന്ന് ലെവൽ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ സെറ്റ് ചെയ്തെടുത്ത ജെല്ലിയാണ് കേട്ടോ.
അപ്പോൾ അത് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഡ്രിങ്കിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്, പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെയുള്ള ഡ്രിങ്കിനകത്ത് ഇങ്ങനെ ജെല്ലിയുടെ കഷ്ണങ്ങൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ 2 ജെല്ലി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു പാലില്ല നല്ല പോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്, പാൽപ്പൊടി മിക്സ് ചെയ്ത് വെച്ചത്. അതിലേക്ക് നമ്മൾ ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ആ ഒരു സാബൂനരി ഊറ്റിയെടുത്ത് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ജെല്ലി ഇല്ലേ, അതും ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ചവ്വരി വെച്ചിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരുപാട് എസൻസും കാര്യങ്ങളൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഉണ്ടാക്കണമെന്ന് നിർബന്ധമായിട്ടൊന്നും ഞാൻ പറയണില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇതുപോലുള്ള വെറൈറ്റി ഡ്രിങ്ക്സൊക്കെ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. ഞാനിതുപോലത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട് ട്രൈ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് വെറൈറ്റിയാണ്, എപ്പോഴും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സൊക്കെ അല്ലേ കുടിക്കുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്